ഒരു 5-6 വർഷമായിട്ട് സിംഗപ്പൂർ ഉണ്ടെങ്കിലും ചാങ്കി എയർപോർട്ട് മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചാങ്കി എയർപോർട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്റർചേഞ്ചിൽ വന്ന് ബസ് എടുത്തിട്ടാണ് പോകുന്നത്. നോർമലി നമ്മൾ ടാക്സിയൊക്കെ എടുത്താണ് പോകാറുള്ളത്. ഇന്നൊരു വെറൈറ്റിക്ക് ബസ്സിൽ പോവാണ്. 2 ബസ് എടുത്താണ് കേട്ടോ അവിടെ എത്തേണ്ടിയിരുന്നത്. രണ്ടാമത്തെ ബസ് കാത്തു നിൽക്കാൻ നേരത്താണ് കേട്ടോ ഈ ഒരു നെല്ലിക്ക എന്റെ കണ്ണിൽ പെട്ടത്. ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ, കുറേയൊക്കെ തറയിൽ വീണ് തല്ലിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 30 മിനിറ്റ്സ് യാത്രയുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെ ബസ്സിലിരുന്ന് പോകാൻ. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ അങ്ങ് എത്തി. എയർപോർട്ട് എത്താറായപ്പോഴാണ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ അടിക്കടിക്ക് ഇട്ടേക്കുന്നത് കണ്ടത്. വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ബസ് അതിനേക്കാളും സ്പീഡ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എയർപോർട്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ട്രിപ്പ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഒരു എയർപോർട്ടിൽ ട്രിപ്പ് പോകണതൊക്കെ അത് ആദ്യമായിട്ടാണല്ലേ. അത്രയ്ക്ക് രസമാണ് ഇവിടെ കാണാനായിട്ട്. ഏത് കോണിൽ പോയി നിന്നാലും നമുക്കൊരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രെയിം കിട്ടും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിന് പറയുന്നത് കൈനറ്റിക് റെയിൻ എന്നാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിന്റെ ഫിസിക്സും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഭയങ്കര രസമാണ് പക്ഷേ ഇത് കാണാൻ. ഞാൻ ഇത്ര നേരം കാണിച്ചത് ടെർമിനൽ 1 ആണ് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ടെർമിനൽ 2 ടെർമിനൽ 2 മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു വാട്ടർഫോൾ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇങ്ങോട്ട് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തു. ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. എപ്പോഴും എയർപോർട്ടിൽ വരും, പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാറില്ല. ഇന്ന് എന്തായാലും അതിന് വേണ്ടി തന്നെ വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല വിശപ്പുണ്ടായിട്ട് ഒരു ബർഗർ കിങ് കയറി ബർഗർ കഴിച്ചു. കുറേ നാളായിരുന്നു ബർഗർ കിങ് ഇന്ന് ഫുഡ് കഴിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചീസ് ഫ്രൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അടുത്ത ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഫ്ലാപ്പ് പിക്സ്. അതായത് ആ സ്പോട്ടിൽ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോ ഈ ഒരു മെക്കാനിക്കൽ ഫ്ലാപ്സ് ക്രിയേറ്റ് ചെയ്യും. എന്ത് രസമല്ലേ. ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ജുവൽ ചാങ്കി ആണ്. ഈ ഒരു സ്ഥലം നമ്മൾ എപ്പോഴും പോകാറുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് എല്ലാ ടെർമിനലിൽ നിന്നും എൻട്രി ഉള്ളത് കൊണ്ട് എപ്പോഴും നമ്മൾ എയർപോർട്ടിൽ വന്നാൽ പോകാം. പക്ഷേ എത്ര വന്നാലും മടിക്കില്ല കേട്ടോ. ഓരോ വട്ടം ഓരോ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ആ ഒരു തീമാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ എന്ന് പറയുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ലൈറ്റ് ഷോയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇരുന്ന് കാണാനായിട്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു വാട്ടർഫോളിന് ഈ ഒരു വൈറ്റ് കളർ മാത്രമല്ല കേട്ടോ, പല കളേഴ്സിൽ നമുക്ക് ഈ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും. ഞാൻ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലും പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ട്രെയിനിൽ, ഇതാണ് സ്കൈ ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഓരോ ടെർമിനൽ ചേഞ്ച് ചെയ്യുന്നത്. ടെർമിനൽ 2 നിന്ന് ടെർമിനൽ 3 പോകുമ്പോൾ ഈ ഒരു സ്കൈ ട്രെയിൻ ജുവൽ ചാങ്കിക്ക് അകത്തൂടെയാണ് കേട്ടോ പോകുന്നത്. അതിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. ഓക്കെ, ഇപ്പോഴും ഫുള്ളായിട്ട് നമ്മൾ കണ്ടു തീർത്തിട്ടില്ല കേട്ടോ. എന്നാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.